നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്തൊക്കെ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിനുമുമ്പ് ഇന്നത്തെ പ്രധാന വാർത്ത. ഖത്തറിൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി പുതിയ രീതിയിലുള്ള പരീക്ഷാ സംവിധാനത്തിന് ഖത്തർ ഉന്നതാരോഗ്യ സമിതി രൂപം നൽകി. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇനി മുതൽ OBSC പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് മാത്രം. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സ്വദേശികൾക്ക് വേതന ഇൻഷുറൻസ് പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കുവൈത്തിലെത്തുന്ന മുഴുവൻ വിദേശികൾക്കും വിരലടയാളം രേഖപ്പെടുത്തൽ നിർബന്ധമാക്കി. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി എമിഗ്രേഷൻ വകുപ്പ്. നടപടി സന്ദർശകർ പേരുവിവരങ്ങൾ മാറ്റി വീണ്ടും രാജ്യത്തെത്തുന്നത് തടയാൻ. ജസ്റ്റിസ് AK ഗാംഗുലി പശ്ചിമബംഗാൾ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തീരുമാനം ലൈംഗികാരോപണത്തെ തുടർന്ന് ഗവർണറെ നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറി. സ്വകാര്യ ടെലികോം കമ്പനികളെ CAGക്ക് ഓഡിറ്റിംഗിന് വിധേയമാക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി വിധി. ഓഡിറ്റിംഗ് നടത്തുന്നതിനെതിരെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ സംഘടന നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഓഡിറ്റിംഗിന് വിധേയരാകാത്ത ഡൽഹിയിലെ സ്വകാര്യ വൈദ്യുതി കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ. വിശദമായ വാർത്തയിലേക്ക്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി പുതിയ രീതിയിലുള്ള പരീക്ഷാ സംവിധാനത്തിന് ഖത്തർ ഉന്നതാരോഗ്യ സമിതി രൂപം നൽകി. OBSC എന്ന പേരിൽ നടത്തപ്പെടുന്ന പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ലഭ്യമാകൂ. ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നാണ് പുതിയ പരീക്ഷയുടെ പേര്. നിലവിൽ ഫാർമസിസ്റ്റുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പണികൾക്ക് പുറമെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നതിനാലാണ് പുതിയ പരീക്ഷയ്ക്ക് രൂപം നൽകിയതെന്ന് ഉന്നതാരോഗ്യ സമിതി വ്യക്തമാക്കി. ദേശീയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി ഫാർമസിസ്റ്റുകളുടെ സഹായം കൂടുതൽ ആവശ്യമാണ്. നിലവിലുള്ള തിയറി പരീക്ഷയ്ക്ക് പുറമെയാണ് OBSC പരീക്ഷയെന്ന് ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് CEO ഡോക്ടർ ജമാൽ റാഷിദ് അൽ ഖൻജി വ്യക്തമാക്കി. യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഫാർമസിസ്റ്റുകൾ നേരിടേണ്ട സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന രീതിയിലാണ് പുതിയ പരീക്ഷയുടെ ഘടന. പരീക്ഷയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം ആരോഗ്യ സമിതി പുറത്തുവിട്ടിട്ടില്ല. രാജ്യത്തുള്ള ഫാർമസി കോളേജുകളിലും പുതിയ പരീക്ഷ ഉൾപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. സൗദി സ്വകാര്യ മേഖലയിൽ ജോലി നഷ്ടപ്പെടുന്ന സ്വദേശികൾക്ക് വേതനം തുടർന്നും ലഭിക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. സാനിദ് എന്നാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് തൊഴിൽ മന്ത്രാലയം നൽകിയിരിക്കുന്ന പേര്. സൗദി സാമ്പത്തിക സഭയുടെയും ഷൂറ കൗൺസിലിന്റെയും ശുപാർശ അനുസരിച്ച് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഖീഹ് സമർപ്പിച്ച കരടിന് കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു. സാനിദ് എന്നാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് തൊഴിൽ മന്ത്രാലയം നൽകിയിരിക്കുന്ന പേർ. സൗദി സ്വകാര്യ മേഖലയിൽ ജോലി നഷ്ടപ്പെടുന്ന സ്വദേശികൾക്ക് വേതനം തുടർന്നും ലഭിക്കുന്നതാണ് പദ്ധതി. സാനിദ് ഇൻഷുറൻസ് വ്യവസ്ഥയനുസരിച്ച് സാമൂഹ്യ സുരക്ഷ നൽകുന്ന ജനറൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ഇൻഷുറൻസ് അഥവാ ഗോസിയാണ് ജോലി നഷ്ടപ്പെടുന്നവർക്കുള്ള ഇൻഷുറൻസ് നൽകുക. 59 വയസ്സിന് താഴെ പ്രായമുള്ള ജോലി നഷ്ടപ്പെടുന്ന സ്വദേശി സ്ത്രീ പുരുഷന്മാർക്ക് പുതിയ നിയമത്തിന്റെ ഗുണഫലം ലഭിക്കും. മാസാന്ത ശമ്പളത്തിന്റെ 2% ഇൻഷുറൻസ് പ്രീമിയമായി ഗോസിയിൽ അടയ്ക്കേണ്ടത്. ഇതിൽ 1% തൊഴിലുടമയും ബാക്കി 1% തൊഴിലാളിയും വഹിക്കണം. ജോലി നഷ്ടപ്പെടുന്ന സ്വദേശിക്ക് ആദ്യത്തെ 3 മാസം ശമ്പളത്തിന്റെ 60%വും തുടർന്നുള്ള കാലം 50%വും ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കും. ഇൻഷുറൻസ് ഇനത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ സംഖ്യ ആദ്യ 3 മാസം 9,000 റിയാലും തുടർന്നുള്ള മാസങ്ങളിൽ 7,500 റിയാലുമായിരിക്കും. തൊഴിലില്ലായ്മ വേതനമായി പൗരന്മാർക്ക് ലഭിക്കുന്ന സംഖ്യയ്ക്ക് 100% തുല്യമായിരിക്കരുത് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്ന വേതനമെന്നും നിബന്ധനയുണ്ട്. 2011 ഒക്ടോബറിൽ സൗദി സാമ്പത്തിക സഭയും 2013 ജൂലൈയിൽ സൗദി ഷൂറ കൗൺസിലും തൊഴിൽ നഷ്ടപ്പെടുന്ന പൗരന്മാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. തൊഴിൽ മന്ത്രാലയത്തിന്റെ കരടിന് അംഗീകാരം നൽകിയതിന് സൗദി മന്ത്രിസഭയ്ക്കും അബ്ദുള്ള രാജാവിനും തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഖീഹ് നന്ദി അറിയിച്ചു. സാനിദ് ഇൻഷുറൻസ് പദ്ധതിയും പൗരന്മാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന മാനവ വിഭവശേഷി ഫണ്ടിന് കീഴിലുള്ള ഫതഹ് സംവിധാനവും തൊഴിലാളികളെ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കാരണമാവുമെന്ന് തൊഴിൽ മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അസർപുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിലെത്തുന്ന മുഴുവൻ വിദേശികൾക്കും വിരലടയാളം രേഖപ്പെടുത്തൽ നിർബന്ധമാക്കി. ഓൺ അറൈവൽ, ഫാമിലി, കമേഴ്ഷ്യൽ തുടങ്ങി ഏതു ഗണത്തിൽപ്പെടുന്ന വിസയാണെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ വെച്ച് വിരലടയാളം രേഖപ്പെടുത്തണമെന്ന നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. സന്ദർശകരുടെ പൂർണ്ണ വിവരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസിൽ ലഭ്യമാക്കുക വഴി രാജ്യത്തേക്ക് കടക്കുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. പ്രശ്നങ്ങളിൽ അകപ്പെട്ട സന്ദർശകർ പേരുവിവരങ്ങൾ മാറ്റി വീണ്ടും രാജ്യത്തെത്തുന്നതും പുതിയ സംവിധാനത്തിലൂടെ തടയാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് മന്ത്രാലയം. കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ പ്രവർത്തനാനുമതി ദുബൈ സർക്കാർ നിഷേധിച്ചു. ഇതോടെ OICCയുടെ UAE സെൻട്രൽ കമ്മിറ്റി പ്രവർത്തനം നിർത്തിവെച്ചു.
കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് അഥവാ OICCയുടെ പ്രവർത്തനാനുമതിയാണ് ദുബായ് സർക്കാർ തടഞ്ഞിരിക്കുന്നത്. ഇതോടെ OICCയുടെ UAE സെൻട്രൽ കമ്മിറ്റി പ്രവർത്തനം നിർത്തിവെച്ചു. സംഘടനയുടെ എല്ലാ പ്രവർത്തനവും നിർത്തുന്നതായും താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രസിഡന്റ് MG പുഷ്പാകരൻ അറിയിക്കുകയും ചെയ്തു. ദുബായ് സർക്കാരിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് ലഭിച്ച സംഘടനകൾക്ക് മാത്രമേ ദുബായിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിയമം കർശനമാക്കിയിരുന്നു. 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ അസംഖ്യം സംഘടനകളെ നിയന്ത്രിക്കുവാനുള്ള സ്വാഭാവിക പ്രയാസം മുൻനിർത്തിയാണ് ദുബായ് സംഘടനകൾക്കുള്ള ലൈസൻസ് നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. സംഘടനകളുടെ ബാഹുല്യം കാരണം അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പറ്റാത്തതും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച സംശയങ്ങളുമാണ് നിയന്ത്രണം കർശനമാക്കാൻ ദുബായ് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നു മാത്രമായി 2000ഓളം അപേക്ഷകൾ പ്രവർത്തനാനുമതി തേടി CDAക്ക് ലഭിച്ചിട്ടുണ്ട്. ദുബായിൽ ലൈസൻസിന് അപേക്ഷിച്ച OICCയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് CDA നിരസിച്ചത്. 1995 ലോക്കൽ ഓർഡർ നമ്പർ 96 ആർട്ടിക്കിൾ 4 പ്രകാരം അനുമതി നിഷേധിക്കപ്പെട്ട സംഘടനകൾ മറ്റ് സ്ഥലങ്ങളിലും അതേ പേരിൽ പ്രവർത്തിക്കുന്നത് വിലക്കുന്നു. ഇതോടെ സംഘടനയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് MG പുഷ്പാകരൻ മീഡിയ വണ്ണിനോട് വ്യക്തമാക്കി. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. അൽഖ്വയ്ദ നേതാവ് ഉസാമ ബിൻ ലാദനെ അമേരിക്കൻ സൈന്യം വധിച്ചുവെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കുവൈത്തിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും വിവാദ പ്രഭാഷകനുമായ അബ്ദുള്ള അൽ നഫീസി അഭിപ്രായപ്പെട്ടു. ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഉസാമ ബിൻ ലാദൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസമെന്ന് സൗദിയിലെ റോത്താന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഷിയ വിഭാഗത്തെയും ഇറാനെയും രൂക്ഷമായി എതിർക്കുന്ന നഫീസിയുടെ പ്രസ്താവനകൾ പലതവണ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രസംഗത്തിനിടെ ഷിയ വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന് കാണിച്ച് പാർലമെന്റിലെ ഷിയ MPമാർ നൽകിയ പരാതിയിൽ കുവൈത്ത് പബ്ലിക് പ്രോസിക്യൂഷൻ നഫീസിക്കെതിരെ കേസെടുത്തിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹജ്ജ് മിഷൻ അംഗങ്ങൾ ശനിയാഴ്ച മുതൽ എത്തിത്തുടങ്ങും. തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന ഈ ട്രാക്ക് സംവിധാനം അംഗങ്ങൾക്ക് വിശദീകരിക്കുമെന്ന് ഹജ്ജ് മന്ത്രാലയം വക്താവ് ഡോക്ടർ ഹാദിം ഖാദി പറഞ്ഞു. പുതിയ സംവിധാനം വഴി തീർത്ഥാടകർക്ക് താമസ സ്ഥലം, കെട്ടിടം, ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്, താമസ സ്ഥലങ്ങളിൽ നിന്ന് ഹറമുകളിലേക്കുള്ള ദൂരം, യാത്രാ സംബന്ധമായ വിവരം തുടങ്ങിയവ മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഖത്തറിൽ വാഹന പാർക്കിങ്ങിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പാർക്കിംഗ് സൗകര്യങ്ങൾ നിർമ്മിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. വെസ്റ്റ് ബേ, അൽ റയാൻ, ഉൽ സലാൽ, അൽ വഖ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായുള്ള സ്ഥലമെടുപ്പ് പോലെയുള്ള നടപടികൾ ആരംഭിച്ചു. അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന GCC സൈനികർക്ക് നൽകിവരുന്ന അലവൻസ് അമേരിക്ക നിർത്തലാക്കുന്നു. ഖത്തർ ഉൾപ്പെടെ GCC രാഷ്ട്രങ്ങളിലെ സൈനിക ട്രൂപ്പിൽ ജോലി ചെയ്യുന്ന കരനാവിക സൈനികരുടെ ഇമിനന്റ് ഡേഞ്ചർ പേ അലവൻസാണ് പിൻവലിച്ചത്. ഈ രാജ്യങ്ങളിൽ നിലവിൽ അപകടകരമായ സാഹചര്യമൊന്നുമില്ലെന്ന് പെന്റഗൺ വിലയിരുത്തലിനെ തുടർന്നാണ് അലവൻസ് നിർത്തലാക്കിയത്. ഖത്തർ ടൂറിസം മേഖലയിൽ മികച്ച ജോലി സാധ്യതയാണ് വരാനിരിക്കുന്നതെന്ന് QTA സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ഡയറക്ടർ ഹസൻ അബ്ദുൾ റഹ്മാൻ അൽ ഇബ്രാഹിം വ്യക്തമാക്കി. 2030 ടൂറിസം മേഖലയിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി 1,27,000 പേരെ ആവശ്യമുണ്ട്. നിർമ്മാണം നടക്കുന്ന 81 ഹോട്ടൽ ഉൾപ്പെടെ 291 ഹോട്ടലുകളാണ് വരും ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്നതെന്നും അൽ ഇബ്രാഹിം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൃത്യതയാർന്ന വിമാന സർവീസ് എന്ന ബഹുമതി കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന സ്വകാര്യ വിമാന കമ്പനിക്ക്. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന അമേരിക്കൻ സ്ഥാപനം പുറത്തുവിട്ട ലിസ്റ്റിലാണ് സമയനിഷ്ഠയുടെ കാര്യത്തിൽ അൽ ജസീറ ഒന്നാമതെത്തിയത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തിയ ശേഷം ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പുറത്തുവിട്ട പട്ടികയിൽ ജസീറ വിമാനങ്ങൾ 96% സമയക്രമം പാലിക്കുന്നതായാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിവിധ റൂട്ടുകളിലേക്കുള്ള ജസീറ സർവീസുകളിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2013 കുവൈത്ത് ജിദ്ദ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 69% വർധനവുണ്ടായപ്പോൾ കുവൈത്ത് നജഫ് റൂട്ടിൽ യാത്രക്കാരുടെ വർധനവ് 83% രേഖപ്പെടുത്തിയത്. കുവൈത്ത് മഷ്ഹാദ് റൂട്ടിൽ 24% വർധനവുണ്ടായപ്പോൾ അമ്മാൻ റൂട്ടിൽ 10% യാത്രക്കാർ വർദ്ധിച്ചത്. കുവൈറ്റിൽ നിന്നും ജസീറ എയർവേസ് സർവീസുകൾ നടത്തുന്ന കെയ്റോ, ലെക്സോർ, അസ്യൂത്ത്, സുഹാജ്, അലക്സാണ്ട്രിയ തുടങ്ങിയ റൂട്ടുകളിലും യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയനിഷ്ഠ പാലിക്കുന്നു എന്നത് തന്നെയാണ് ആളുകൾ ജസീറ വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണമെന്നാണ് ഫ്ലൈറ്റ് ഷെഡ്യൂളിന്റെ വിലയിരുത്തൽ. യാത്രക്കാരുടെ വർധനക്കൊപ്പം ഓഹരി സൂചികയിലും മികച്ച നേട്ടം കൈവരിക്കാൻ ജസീറ എയർവേസിന് കഴിഞ്ഞതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2004 രാജ്യത്തെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായി പ്രവർത്തനം ആരംഭിച്ച ജസീറ എയർവേസ് നിലവിൽ മിഡിൽ ഈസ്റ്റ് സെക്ടറിലെ 9 രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ നവംബറിൽ നിർത്തിവെച്ച ഷർമു ഷെയ്ഖ്, ഇസ്തംബൂൾ സർവീസുകൾ മാർച്ച് മാസത്തോടെ പുനരാരംഭിക്കുമെന്ന് കമ്പനി അടുത്തിടെ അറിയിച്ചിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ബർദുബൈ ഷിന്തഗയിൽ ഒരുക്കിയ ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകൾ സന്ദർശകർക്ക് പുതിയ അനുഭവമാവുകയാണ്.
പ്രാചീന അറബ് ജീവിതത്തിന്റെ ആത്മാവ് സന്ദർശകന് പകർന്നു നൽകുകയാണ് ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകൾ. എണ്ണയുടെ കണ്ടുപിടുത്തത്തിനു മുമ്പുള്ള അറബ് ജീവിതങ്ങളുടെ നേർചിത്രങ്ങളാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷിന്തഗയിലെ ഹെറിറ്റേജ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. സമ്പന്നതയിലേക്ക് കാൽവെക്കും മുമ്പ് മരുഭൂമിയിലെ പ്രതിസന്ധികളെ അതിജീവിച്ച അറബ് ജീവിതങ്ങളാണിവ. ചെറിയ മേൽക്കൂരയുള്ള വീടുകളും അവയുടെ മണ്ണിൽ തീർത്ത തറയും ഇടുങ്ങിയ മുറികളും ഗൃഹാതുരത്വത്തിലേക്ക് നയിക്കും. തങ്ങളുടെ പഴയകാലത്തെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്നതിൽ ഏറെ അഭിമാനം കണ്ടെത്തുന്ന അറബികളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനവും മുത്തുവാരലുമായിരുന്നു. ചെറിയ ടെന്റുകളിലൊരുക്കിയ തെരുവു കച്ചവടങ്ങളും വഴിയാത്രക്കാരും എല്ലാം സന്ദർശകർക്കായി ഒരുക്കിയത് കാണാം. അറബ് ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒട്ടകങ്ങളുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. വിശാലമായ സ്ഥലത്തൊരുക്കിയ ഈ പൈതൃക കാഴ്ചകൾക്ക് പുറമെ ഈത്തപ്പഴത്തോട്ടങ്ങളും ബതുക്കളുടെ ചെറിയ വീടുകളുമുണ്ട്. അറബ് വീടുകളിലെ പഴയകാല അലങ്കാരങ്ങളും മെത്തകളും മറ്റ് സജ്ജീകരണങ്ങളുമാണിവ. തുറന്ന സ്ഥലത്തൊരുക്കിയ ഈ കാഴ്ചകൾ കാണാനെത്തുന്നവരും കുറവല്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നായെത്തുന്ന സന്ദർശകർക്ക് ഈ കാഴ്ചകൾ ഒരേ സമയം കൗതുകവും വിജ്ഞാനപ്രദവുമാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. രാജ്യം അതിശൈത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രണ്ടാം ദിവസവും മഴ തുടർന്നു. പഴമക്കാർ മർബ ആനിയ എന്ന് വിളിക്കുന്ന ശീതകാലം ഫെബ്രുവരി പകുതി വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം 2 ദിവസമായി പെയ്യുന്ന മഴയിൽ 2 ഇടങ്ങളിൽ റോഡുകൾക്ക് നാശം സംഭവിച്ചു. സുലൈബിക്കാത്തിലെ അബുദാബി സ്ട്രീറ്റ്, ജഹ്റയിലെ സതേൺ പോലീസ് സ്റ്റേഷൻ റോഡ് എന്നിവ മഴ കാരണം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. UAE-യുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് നേരിയ തോതിൽ മഴ പെയ്തു. രാത്രിയോടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കൻ എമിറേറ്റിലും ദുബൈയിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ബുറൈമി, മുസന്തം, തെക്കൻ ഷർഗിയ എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ മഴയുണ്ടാവുക. അൽഹജർ മലനിരകളോട് ചേർന്ന പ്രദേശങ്ങളിലും മഴ ശക്തമാകും. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ദുബൈയിലെ 21,000 സ്കൂൾ കുട്ടികൾക്ക് RTA-യും ദുബൈ പോലീസ് ഹെൽത്ത് അതോറിറ്റിയും എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടും ചേർന്ന് ട്രാഫിക് ബോധവൽക്കരണം നൽകി. റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചും കുട്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. കുട്ടികളുടെ ഭാഷയിൽ കുട്ടികളിലൂടെയും പുസ്തകങ്ങൾ വഴിയും ചിത്രകഥകളിലൂടെയുമാണ് ട്രാഫിക് ബോധവൽക്കരണം നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഫലമായി അപകടങ്ങളിൽപ്പെടുന്നവരുടെ എണ്ണം കുറവുണ്ടായതായി RTO ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി CEO മെയ്ത ബിൻ ഉദായ് പറഞ്ഞു. ദുബൈ ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പേരിലുള്ള ക്രിയേറ്റീവ് സ്പോർട്സ് അവാർഡ് ഇന്ന് ദുബൈയിൽ വിതരണം ചെയ്തു. ദുബൈയെ കായിക മത്സരങ്ങളുടെ മികവിലും സർഗാത്മകതയിലും ലോകത്തിലെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പേരിൽ ആരംഭിച്ചതാണ് ക്രിയേറ്റീവ് സ്പോർട്സ് അവാർഡ്. UAE-യിലും അറബ് രാജ്യങ്ങളിലും ലോകതലത്തിലും മികവ് പ്രകടിപ്പിക്കുന്ന കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രത്യേക താൽപര്യപ്രകാരം ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. പ്രസ്തുത അവാർഡിന്റെ 5ാമത് വർഷത്തെ വിജയികൾക്ക് അവാർഡ് അധ്യക്ഷനും നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് അവാർഡുകൾ വിതരണം ചെയ്തു. ഖത്തറിന്റെ ഹൈജമ്പ് താരം മുഅത്തസ് ഈസായം വർഷം, ഇറാഖിന്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം കറർ മുഹമ്മദ് ജവാദ്, ടെന്നീസ് താരം ഫഹദ് അബ്ബാസ് അബ്ദുൾ റസാഖ് അൽ ജനാഹി, UAE കുതിരയോട്ട ജേതാവ് അബ്ദുള്ള ഗാനിൻ അൽ മാറി, വാട്ടർ സൈക്ലിംഗ് ചാമ്പ്യൻ സെയ്ഫ് മുഹമ്മദ് അൽ മഅസം അൽ ഫലസി തുടങ്ങി വിവിധ രംഗത്തെ നിരവധി പ്രതിഭകൾ മെഡലുകൾ ഏറ്റുവാങ്ങി. ദുബൈയുടെ സ്പോർട്സ് അംബാസഡറായി സേവനമനുഷ്ഠിക്കുന്ന ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ സാന്നിധ്യമുള്ള ചടങ്ങിലായിരുന്നു അവാർഡുകൾ വിതരണം ചെയ്തത്. സ്പോർട്സിന് കാര്യമായ പ്രാധാന്യം നൽകുന്ന ദുബായ് സ്പോർട്സ് രംഗത്ത് UAE-യുടെ തന്നെ യശസ് ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ദുബായ് രാജകുമാരനും നാഷണൽ ഒളിമ്പിക് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. അവാർഡ് ജേതാക്കൾക്ക് പുറമെ നിരവധി രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബായ്. വേൾഡ് മലയാളി കൗൺസിൽ അലൈൻ പ്രൊവിൻസ് കുടുംബസംഗമം നടത്തി. സിനിമാ താരങ്ങളായ കൽപ്പന, കലാരഞ്ജിനി എന്നിവർ മുഖ്യാതിഥികളായി. പ്രൊവിൻസ് ചെയർമാൻ K. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ വൈസ് ചെയർമാൻ PP വർഗീസ്, റീജിയണൽ ചെയർമാൻ K. ജലാലുദ്ദീൻ, ജോൺ സാമുവൽ, പോൾ മാത്യു, ജോയ് തണങ്ങാടൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലിന്റെ സാമൂഹിക സേവനത്തിനുള്ള പുരസ്കാരം അൽ ഐൻ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പോൾ മാത്യു, അൽ ഐൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രാമചന്ദ്രൻ പേരാമ്പ്ര എന്നിവർക്ക് ലഭിച്ചു. റിയാദിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ സയൻസ് എക്സ്പോ ശ്രദ്ധേയമായി. പ്രവാസ ലോകത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ പരീക്ഷണങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്.
കോൺഫ്ലുവൻസസ് എന്ന തലക്കെട്ടിൽ ഒരുക്കിയ എക്സ്പോയിൽ 100-ലേറെ പ്രദർശനങ്ങളുണ്ടായിരുന്നു. 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള 300-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 4 ഗ്രൂപ്പുകൾക്ക് കീഴിലാണ് വിദ്യാർത്ഥികൾ പ്രദർശനം ഒരുക്കിയത്. പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഒരാഴ്ച സമയത്തിനുള്ളിൽ സ്കൂളിൽ നിന്നു തന്നെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷണ പ്രദർശന വസ്തുക്കൾ തയ്യാറാക്കിയത്. പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുത്താത്ത ടൂത്ത് പേസ്റ്റ് മുതൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതടക്കമുള്ള പ്രദർശനം കാണാൻ രക്ഷിതാക്കളടക്കം നിരവധി പേരാണ് എത്തിയത്. മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഷാമ്പുകളിൽ താരതമ്യേന നല്ലതെങ്ങനെ തിരിച്ചറിയാം എന്ന പരീക്ഷണമാണ് നേഹ, ഐമൻ, ഗ്രീഷ്മ എന്നീ വിദ്യാർത്ഥിനികൾ ഒരുക്കിയത്. മാർക്കറ്റിൽ പേര് കേട്ട പല ഷാമ്പുകളും ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്തു. അലിയാസ്മീൻ സ്കൂളിലെ സയൻസ് ലാബിലുള്ള നോവാ കിറ്റിലെ pH സെൻസർ യൂസ് ചെയ്താണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ പേര് കേട്ട പല ഷാമ്പുകളും ആസിഡിക് ആണെന്നും അത് അത്ര നമ്മളുടെ ചിന്തയ്ക്കൊത്ത ഒരു ഗുണനിലവാരം അതിനില്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുട്ടികളുടെ ശാസ്ത്രബോധം വളർത്തുന്നതോടൊപ്പം സംഘാടന പാടവം കൂടി വളർത്തുവാൻ ഉദ്ദേശിച്ചായിരുന്നു പ്രദർശനം. PV's ഗ്രൂപ്പ് അക്കാദമിക് ഡയറക്ടർ S. പത്മിനി എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അലിയാസ്മീൻ സ്കൂൾ പ്രിൻസിപ്പൽ റഹ്മത്തുള്ള, ജിദ്ദാൽ വുറൂദ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീദേവി എന്നിവർ സംസാരിച്ചു. മീഡിയ 1 റിയാദ്. സൗദി അറേബ്യയിലെ യാംബു അൽമനാർ ഇന്റർനാഷണൽ സ്കൂൾ 6ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഒയാസിസ് 2014 എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ആഘോഷം നന്മയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്നതായിരുന്നു. റോയൽ കമ്മീഷൻ ഇബ്നു ഹയ്യാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ യാൻബു മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഷിയാസ് കുഞ്ഞിബാവ ഉദ്ഘാടനം ചെയ്തു. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം ഫോറിൻ സ്കൂൾ വിഭാഗം സൂപ്പർവൈസർ നായിഫ് അൽ റിഫായി, റദുവ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ വദൂദ് ഖാൻ, അൽമനാർ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ കാപ്പിൽ ഷാജി, സ്കൂൾ ഹെഡ് ബോയ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പഠന പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികൾ വൈവിധ്യം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. വിവിധ ഭാഷകളിലുള്ള നാടകങ്ങൾ, ടാബ്ലോ, സിനിമാറ്റിക് ഡാൻസ്, അറബിക് ഡാൻസ്, മ്യൂസിക് ബാൻഡ്, ദഫ്മുട്ട്, നാടൻ പാട്ട്, ഫോക്ക് ഡാൻസ് തുടങ്ങിയ വർണ്ണാഭമായ പരിപാടികൾ അറിവും ആനന്ദവും പകരുന്നതായി. സ്കൂൾ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഇർഫാൻ നൌഫൽ, സിദ്ദീഖ് അക്ബർ, സന്തോഷ്, ദീപക്, നിസാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1 യാൻബു. കുവൈത്തിൽ നബിദിന അവധി ഈ മാസം 16-നായിരിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. ഒഴിവു ദിനങ്ങൾ 2 പ്രവൃത്തി ദിനങ്ങൾക്കിടയിൽ വന്നാൽ തൊട്ടടുത്ത വ്യാഴാഴ്ചയിലേക്ക് മാറ്റുമെന്ന് നേരത്തെയുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 13-ന് നൽകേണ്ട അവധി 16-ലേക്ക് മാറ്റിയതെന്നും അറിയിപ്പിൽ പറയുന്നു. ഗായകൻ KP ഉദയഭാനുവിന്റെ നിര്യാണത്തിൽ വെൽഫെയർ കുവൈത്ത് അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്കും സംഗീതത്തിനും മാത്രമല്ല കേരളീയ സാംസ്കാരിക സമൂഹത്തിനും കനത്ത നഷ്ടമാണെന്ന് സംഘടന പുറത്തിറക്കിയ അനുശോചനക്കുറിപ്പിൽ അനുസ്മരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. ബഹ്റൈനിലെ ആധുനിക വീഡിയോ ഗെയിമുകളുടെയും വിനോദ സോഫ്റ്റ്വെയറുകളുടെയും കമ്പോളത്തിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ബഹ്റൈനിൽ വീഡിയോ ഗെയിമുകളുടെയും ഡിജിറ്റൽ വിനോദോപാധികളുടെയും വിപണി വളർച്ചയുടെ പാതയിലാണ്. സാഹസിക കഥകളും അമാനുഷ്യ ചിത്രീകരണങ്ങളും അരങ്ങുവാഴുന്ന ഡിജിറ്റൽ വിനോദങ്ങളുടെ ലോകത്ത് പ്രായഭേദമന്യേ രാജ്യത്ത് ഉപഭോക്താക്കൾ വർദ്ധിക്കുകയാണ്. സാങ്കേതിക വളർച്ചയുടെ സഹായത്തോടെ അനുദിനം വികസിക്കുന്ന വിനോദ വ്യവസായ മേഖലയിൽ കടുത്ത മത്സരവും കൊഴുക്കുന്നു. ഈയടുത്ത് വീഡിയോ ഗെയിമുകളുടെ പ്രദർശനവും വിപണനവും മാത്രം ലക്ഷ്യമിട്ട് രാജ്യത്ത് നടന്ന IGN കൺവെൻഷനിൽ 100 കണക്കിന് ഉപഭോക്താക്കളാണ് എത്തിയത്. ആധുനിക വീഡിയോ ഗെയിമുകളിലെ കഥാപാത്രങ്ങളുടെയും ചിത്രീകരണങ്ങളുടെയും പുനരവതരണമായിരുന്നു പ്രദർശനത്തിലെ കൗതുകകരമായ കാഴ്ച. കുട്ടികളുടെയും യുവപ്രായക്കാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്ലേ സ്റ്റേഷനുകളും വീഡിയോ ഗെയിമുകളും രാജ്യത്ത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ ധാരാളമായാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഫോർമുല 1 മത്സരങ്ങളുടെ ചുവടുപിടിച്ചും രാജ്യത്ത് ഗെയിം വിപണിയിൽ വളർച്ച പ്രകടമാണ്. പുതിയ വർഷത്തിൽ കൂടുതൽ വിറ്റുവരവും മെച്ചപ്പെട്ട പ്രതികരണവും വിപണിയിൽ ഉണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പ്രവചിക്കുന്നത്. മീഡിയ 1 ബഹ്റൈൻ. ബഹ്റൈനിൽ ഗവൺമെന്റ് വഴിയുള്ള വിനിമയം കഴിഞ്ഞ വർഷം 17 ദശലക്ഷം ദിനാർ കഴിഞ്ഞു. ഗവൺമെന്റ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ സക്കറിയ അഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത്. വിനിമയത്തിൽ കഴിഞ്ഞ വർഷം 25% വർധനവുണ്ടായി. കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. കഴിഞ്ഞ വർഷം 40,000 സദീം കാർഡുകൾ ബഹ്റൈനിൽ പുറത്തിറക്കിയതായി ബാബ്കോ അധികൃതർ അറിയിച്ചു.
രാജ്യത്തുള്ള 16ഓളം പമ്പുകളിൽ നിന്ന് ഈ കാർഡ് ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയും. ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ ഉദ്ദേശിച്ച് 2012 മാർച്ചിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തെ വിവിധ കമ്പനികളും വ്യക്തികളും കാർഡിന് നൽകിയ സ്വീകാര്യതയാണ് പദ്ധതി വിജയത്തിലെത്താൻ കാരണമെന്ന് ബാബ്കോ മാർക്കറ്റിംഗ് തലവൻ ഖാലിദ് ബുസാഹ് അറിയിച്ചു. വാർത്തകളെ തിരിച്ചുവരാം. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനും വ്യാപക അക്രമങ്ങൾക്കുമിടെ നടന്ന ബംഗ്ലാദേശ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് വിജയം. 300-അംഗ പാർലമെന്റിൽ 147 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 22% പോളിംഗ്. ബംഗ്ലാദേശിൽ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുകയാണ് വേണ്ടതെന്ന് ഇന്ത്യ പ്രതികരിച്ചു. അക്രമങ്ങൾ ഭാവി നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ടാകരുതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മുന്നറിയിപ്പ് എന്തോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു നവാസ് നിസാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റി. അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ജാമിയ മിലിയ അസോസിയേറ്റ് പ്രൊഫസർ മാത്യു ജോസഫ്, മാധ്യമപ്രവർത്തകൻ പി കെ നിയാസ് എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ മാത്യു ജോസഫിലേക്ക്. ശ്രീ മാത്യു ജോസഫ്, ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ആ ജനങ്ങൾ ആ തിരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണാറുള്ളത്. വരും വർഷങ്ങളിൽ അവരെ നയിക്കേണ്ട ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണല്ലോ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഇന്ന് ബംഗ്ലാദേശിൽ പുറത്തു വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം അവിടുത്തെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ? ബംഗ്ലാദേശിന്റെ ചരിത്രം, സമകാലിക ചരിത്രം പരിശോധിച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ചില പ്രശ്നങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുക. ഒരു വശത്ത് ജനാധിപത്യത്തെ നിലനിർത്താനും അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം നിർത്തുകയും, മറുഭാഗത്ത് അതിന് വിപരീതമായ നിലയിലുള്ള ഒരു നിലയിൽ കാര്യങ്ങളെ കാണുന്ന ഒരു രാഷ്ട്രീയ ശക്തി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിലുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്കൊരു അത്തരം അത് രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ സംബന്ധിച്ചോ വളരെ സുപ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് ബംഗ്ലാദേശിന്റെ സമകാലിക രാഷ്ട്രീയ അവസ്ഥയുടെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ മാത്യു ജോസഫ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വെറും 22% ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. ഭൂരിപക്ഷം ആളുകളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒരുപക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്നും നമ്മൾ കണക്കുകൂട്ടാറുള്ളത് ഭൂരിപക്ഷം ആളുകൾ ആരെ പിന്തുണയ്ക്കുന്നു എന്നാണ്. ഇവിടെ ഭൂരിപക്ഷം ആളുകളും രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പിനെ എതിർക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും ഒരു ജനകീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നു എന്നുള്ളത്? അവിടെ ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന അവാമി ലീഗിന്റെ ഗവൺമെന്റ് അതൊരു ജനകീയമായിട്ടുള്ള പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല എന്നുള്ളത് 22% മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? നിശ്ചയമായും പോളിംഗ് ശതമാനം വളരെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ സാധുതയുടെ ലെജിറ്റിമസിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പൊളിറ്റിക്കൽ ലെജിറ്റിമസി അത് ഏത് തരത്തിലുള്ള ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അധികാരത്തിലേറുന്ന കക്ഷി ഭൂരിപക്ഷം സീറ്റുകൾ നേടി എന്നുള്ളത് കൊണ്ട് മാത്രം ലെജിറ്റിമസി ഉണ്ടാവുന്നില്ല. പല രാജ്യങ്ങളിലും 50% കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ മുന്നണികൾക്ക് മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ എന്ന നിയമം പോലും നിലവിലുണ്ട് എന്നുള്ളത് നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷം ജനതയുടെ 50% പകുതിയിലധികം പേരുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷ പിന്തുണ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുക എന്ന് നാം പ്രതീക്ഷിക്കുന്നത്? ആ അർത്ഥത്തിൽ 22% മാത്രം ആളുകൾ പോൾ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം നേടിയാൽ പോലും ആ രാഷ്ട്രീയ കക്ഷിക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ടാവുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതും അതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിശ്ചയമായും ബംഗ്ലാദേശ് പോലെ വളരെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് ഉള്ള രാജ്യത്ത് 22% മാത്രം ആളുകൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന അതിൽ ഭൂരിപക്ഷം നേടുന്ന ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യാനുള്ള സത്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ഒരു പ്രത്യേക അർത്ഥത്തിൽ വെല്ലുവിളിക്കലാണ് എന്ന് പറയാൻ യാതൊരു വിഷമവും ഉണ്ടാവേണ്ടതില്ല. ശ്രീ മാത്യു ജോസഫ്, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയതിൽ അവിടെ നിലവിലുള്ള സർക്കാരിന് വലിയ പങ്കില്ലേ? ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള ചട്ടം പോലും മറികടന്നുകൊണ്ട് ഗവൺമെന്റിനെ പിരിച്ചുവിടാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയും പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിൽ കാണുന്നത്. അങ്ങനെ ഒരു ഏകാധിപത്യമായ രീതിയിൽ പ്രതിപക്ഷ സമരങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീന സർക്കാർ നേടിയ ഒരു വിജയം മാത്രമായിട്ടല്ലേ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ കഴിയും? നിശ്ചയമായിട്ടും പല രാജ്യങ്ങളിലും പല മൂന്നാം ലോക രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി പലപ്പോഴും മതപുനരുദ്ധാന ശക്തികളുടെ
രാഷ്ട്രീയ കക്ഷികളെ എതിർക്കുന്നു എന്നുള്ള നിലയിൽ പലപ്പോഴും ഒരു ജനാധിപത്യ വിരുദ്ധമായ ഭരണക്രമം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു രീതി പൊതുവെ മൂന്നാം ലോക രാജ്യങ്ങളിൽ നാം കാണാറുണ്ട്. ഉദാഹരണത്തിന് അൾജീരിയയിൽ അത് നാം കണ്ടിട്ടുണ്ട്. അതുപോലെ അറബ് വസന്തത്തിന് ശേഷം പല രാജ്യങ്ങളിലും നമുക്ക് കാണുന്നതാണ്. ബംഗ്ലാദേശിലും അത്തരത്തിലുള്ള ഒന്ന് പലപ്പോഴും അവിടുത്തെ ഇത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം ചേർന്ന് അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു കെയർടേക്കർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് ലംഘിച്ചു എന്നുള്ളത് തന്നെ അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ധാരണയെ അതിലംഘിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രശ്നമുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. അത് മതപുനരുത്ഥാനവാദ ശക്തികളുടെ രാഷ്ട്രീയ വിജയത്തെ ഒഴിവാക്കാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിക്കും അധികാരമില്ല എന്നുള്ള വസ്തുത നാം മറച്ചു പിടിക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ്. റൈറ്റ്. മാത്യു ജോസഫ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നവാസ് നിസാർ ഉണ്ട്, അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ നവാസ് നിസാർ, ബഹിഷ്കരിച്ചവർ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത്. അതിന്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ബംഗ്ലാദേശിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന? ബംഗ്ലാദേശിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന അത്ര നല്ല സൂചനയല്ല. കാരണം ഈ മാസങ്ങളായി അവിടെ കണ്ടുവരുന്ന അരക്ഷിതാവസ്ഥ, രക്തച്ചൊരിച്ചിൽ, അതൊക്കെ തുടരും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതിൻ്റെ ബഹിഷ്കരണവും എല്ലാം നമുക്ക് തരുന്നത്. സാധാരണയുള്ള ഈ അസ്ഥിരതകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരമാവേണ്ട ജനാധിപത്യ പ്രക്രിയ അത് നൽകുന്നതിൽ ബംഗ്ലാദേശിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പരാജയം. അതായത് എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ പ്രക്രിയ നടത്തുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളോ അല്ലെങ്കിൽ അതിന് പാലിക്കേണ്ട ക്രമങ്ങളോ പാലിക്കാതെ ധൃതി പിടിച്ച് നടത്തിയ, എന്തിൻ്റെ പേരിലാണെങ്കിലും ധൃതി പിടിച്ച് നടത്തിയ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പരാജയപ്പെട്ട ഓപ്പറേഷനോ അല്ലെങ്കിൽ പരാജയപ്പെട്ട ചികിത്സയോ പോലെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നവാസ് നിസാർ, എന്തിനോ വേണ്ടിയാണ് എന്ന് പറയാൻ കഴിയുമോ? കൃത്യമായി അധികാരത്തിന് വേണ്ടി ഷെയ്ഖ് ഹസീന അവസാന നാളുകളിൽ നടത്തിയ ഒരു നാടകമായിട്ട് തന്നെയല്ലേ അതിനെ വിലയിരുത്തേണ്ടത്? ഒരുപക്ഷെ ജനകീയമായ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ ഷെയ്ഖ് ഹസീന എന്തിനോ വേണ്ടിയെന്നല്ല പറഞ്ഞോളൂ താങ്കൾ. എന്തിനു വേണ്ടിയാണെങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനോ വേണ്ടിയെന്നല്ല, എന്തിനു വേണ്ടിയാണെങ്കിലും അത് ഇനി അതിൻ്റെ ലക്ഷ്യം അധികാരമാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം മറ്റേതെങ്കിലും കക്ഷിയെയോ പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനാണെങ്കിൽ ഇതിന് ഏത് ലക്ഷ്യത്തിൻ്റെ പേര് നൽകിയാലും ഇതൊരു പരാജയപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ പരാജയപ്പെട്ട പ്രക്രിയയാണ്. ബംഗ്ലാദേശിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സൗത്ത് ഏഷ്യ ഉപഭൂഖണ്ഡത്തിൻ്റെ സ്ഥിരതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടമാണ്. ശ്രീ നവാസ് നിസാർ, നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും ഷെയ്ഖ് ഹസീന വിജയത്തെ വലിയ വിജയമായി തന്നെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തെ അപ്പാടെ അടിച്ചമർത്തിക്കൊണ്ട്, പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പ്രതിപക്ഷ സമരങ്ങളെ അപ്പാടെ അടിച്ചമർക്കുന്നു, എതിർക്കുന്നവരെ ജയിലിലടക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ദിവസം ബന്ദ് നടത്തുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമായിട്ടുള്ള ഒന്നും നടന്നില്ല ബംഗ്ലാദേശിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. പിന്നെ എങ്ങനെ ഇനി മുന്നോട്ട് ആ രാജ്യം മുന്നോട്ട് പോകും ഈ ഒരു ഗവൺമെന്റിനെ വെച്ചുകൊണ്ട്? അതൊരു ചോദ്യം മാത്രമല്ല, ഒരു പ്രതിസന്ധി കൂടെയാണ്. അത് ലെജിറ്റിമസി എന്ന് പറഞ്ഞ സാധനം ഈ ഗവൺമെൻറ് എങ്ങനെ അവകാശപ്പെടും? ഇനി ബംഗ്ലാദേശ് ഒരു അടിയന്തരാവസ്ഥയിലേക്ക് പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. കാരണം ഈ ലെജിറ്റിമസി ഇല്ലാതെ വിജയിച്ചു വരുന്ന സർക്കാരിൻ്റെ അവസാനത്തെ എന്താണ് നമ്മളതിന് പറയുക, അവസാനത്തെ കടുങ്കൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ കൈ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയാണ്. ഷെയ്ഖ് ഹസീന അത് ചെയ്താലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ ബംഗ്ലാദേശ് അടിയന്തരാവസ്ഥ വരും എന്ന് പറയുന്ന ആദ്യത്തെ ആളാണോ ഞാൻ എന്നെനിക്കറിയില്ല. പക്ഷേ അത് വന്നാലും അത്ഭുതപ്പെടാനില്ല നമുക്ക്. കാരണം ഈ ഏറ്റവും ഒരു ഭരണാധികാരി, പ്രത്യേകിച്ച് അധികാരമോഹിയായ ഒരു ഭരണാധികാരി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അധികാര നഷ്ടത്തെയാണ്. ഇനി അതിനേക്കാൾ അധികാര നഷ്ടത്തേക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ലെജിറ്റിമസി നഷ്ടപ്പെടലിനെയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രതിസന്ധി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയൊക്കെ ഇതിൽ വളരെ ക്രിയാത്മകമായും പ്രത്യക്ഷമായും ഇടപെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ കൃത്യമായ, ഇന്ത്യക്ക് പോലും തലവേദനയാവുന്ന രീതിയിലുള്ള അസ്ഥിരതകളും അസ്വസ്ഥതകളും കൂടാനേ
സാധ്യത കാണുന്നുള്ളൂ എന്നാണ് ഞാൻ റൈറ്റ്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. മാധ്യമപ്രവർത്തകൻ പി കെ നിയാസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി കെ നിയാസ്, താങ്കൾ ശ്രദ്ധിച്ചു കാണും, 22% മാത്രം പോളിംഗ് നടന്നിരിക്കുന്നു നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ. ആ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്ത്? ബഹിഷ്കരിച്ചവരാണ് അവിടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. എന്താണ് ബംഗ്ലാദേശിലെ ഇന്നത്തെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന? ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വളരെ നല്ല രീതിയിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. കാരണം ഗവൺമെന്റിനെതിരെ ശക്തമായ ആരോപണങ്ങളും അഴിമതി ആരോപണവും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയമായ അസ്ഥിരാവസ്ഥ ബംഗ്ലാദേശിലെ അവാമി ലീഗിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരുന്ന ഒരു ഘടകമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പ്രധാന വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 22% പോളിംഗ് മാത്രം നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 2008 നടന്ന തെരഞ്ഞെടുപ്പിൽ 70% പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1997 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിലവിലുണ്ടായിരുന്ന കെയർടേക്കർ സംവിധാനം അത് ഇത്തവണ നടപ്പാക്കില്ലെന്ന് വാശി പ്രധാനമന്ത്രി ഹസീന പ്രകടിപ്പിച്ചത് തന്നെ അവർക്ക് പ്രതീക്ഷയില്ല എന്നതിന്റെ ഒരു ഫലമായിരുന്നു. അതുമാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിദേശ നിരീക്ഷകർ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ വിദേശ നിരീക്ഷകർ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ എത്തിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ മാത്യു ജോസഫ്, ഇന്ത്യ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഘർഷഭരിതമാണ് ബംഗ്ലാദേശ്. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, വ്യാപകമായ സംഘർഷമുണ്ടാകുന്നു. പക്ഷേ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി വളരെ അധികം പ്രയത്നിച്ച ഒരു രാജ്യമെന്ന നിലയിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടു എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ ഒരു പൊതു നയം എന്ന് സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ ജനാധിപത്യ ശക്തികൾ, മതപുനരുത്ഥാനവാദ ശക്തികൾ അധികാരത്തിൽ വരുന്നത് ഇന്ത്യ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അതിന് വളരെ കൃത്യമായി പറഞ്ഞാൽ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ടുള്ള ഒരു മുന്നണി, അതാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മനസ്സിലെ മതപുനരുത്ഥാനവാദ ശക്തികളുടെ രാഷ്ട്രീയ മുന്നണി എന്ന് പറയുന്നത്. അത് അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സംഗതിയല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ, അങ്ങനെ ഒരു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ നോക്കിക്കാണുന്നത് ശരിയായിരിക്കും എന്ന് കരുതാൻ ന്യായമല്ല. ഏതൊക്കെ പറഞ്ഞാലും ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരുന്നത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ തന്നെയായിരിക്കണം. ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധുത, ലെജിറ്റിമസിയോട് കൂടി തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരേണ്ടത്. അല്ലാത്ത പക്ഷം അത്തരത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ അധികാരപ്രാപ്തിക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യയുടെ തന്നെയാണ്. ഇന്ത്യയിൽ മതവിരുദ്ധാന ശക്തികൾ BJP നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു, NDA എന്ന് പറഞ്ഞ പേരിൽ അധികാരത്തിൽ വന്നു. അതേ കക്ഷികളെ തന്നെ അധികാരത്തിൽ ഇറക്കി വിടാനും ഇന്ത്യയിലെ വളരെ രാഷ്ട്രീയ വിവേകമുള്ള ജനങ്ങൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇങ്ങനെ എന്താ പറയാ, വളരെ കൃത്യമായ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ജനാധിപത്യ കക്ഷികളുടെ അധികാരം ഉറപ്പിച്ചെടുക്കുന്ന പ്രക്രിയ ഫലത്തിൽ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുകയല്ല, അതിനെ ദുർബലപ്പെടുത്തുകയാണ്, ഫാസിസവൽക്കരണത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു പാഠം ആണ് ബംഗ്ലാദേശിൽ നൽകുന്നത്. ആ പാഠം 3-4 രാജ്യങ്ങളിൽ പലതും നൽകുന്നതാണ്. ആ പാഠം ശരിയായി പഠിക്കാത്തതാണ് 3-4 രാജ്യങ്ങളിലെ ജനാധിപത്യ ശക്തികൾക്ക് അല്ലെങ്കിൽ മതേതരത്വ ശക്തികൾക്ക് അവരുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ നവാസ് നിസാർ, ബംഗ്ലാദേശ് സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ബംഗ്ലാദേശിൽ നടക്കുന്ന രാഷ്ട്രീയ വടംവലികളിൽ ഒരു സമാധാന ഫോർമുല അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് ആഗ്രഹമില്ല എന്നാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു വാക്കാണോ ബംഗ്ലാദേശിൽ ഈ പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലും അല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഒരു 20 സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ ബഹിഷ്കരണത്തിലൂടെ
പ്രതിപക്ഷം വിജയിച്ച തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൽ നടന്നത് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. താങ്കളുടെ ചോദ്യത്തോട് ബന്ധമില്ല, എന്നാലും നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ബാക്കിയാണ്. അതായത് ഒരിക്കലും ബഹിഷ്കരണം ഒരു ദൂരവ്യാപകമായ ഗുണഫലം ഉളവാക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ നമ്മുടെ നിയാസ് സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഹസീന വാജിദിന് ജയസാധ്യത ഒട്ടുമില്ലായിരുന്നു എന്ന് ഹസീനയ്ക്കറിയാം. പക്ഷേ ഹസീനയ്ക്ക് അതറിയാം എന്നത് പ്രതിപക്ഷത്തിന് അറിയായിരുന്നു എങ്കിൽ അവർക്ക് ഇതിൽ വർദ്ധമാനമായ രീതിയിൽ പങ്കെടുത്ത് ഹസീനയെ പുറത്താക്കാമായിരുന്നു. അത് ഒരുപക്ഷെ അവർക്ക് ചെയ്യാമായിരുന്നു. അത് ബഹിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ, അല്ലെങ്കിൽ മൂന്നാം ലോകം എന്ന് ഞാൻ പറയാറില്ല, വികസ്വര ലോകരാജ്യങ്ങളിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അത്രത്തോളം നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ശ്രീലങ്കയിൽ അടിക്കാൻ ഇന്ത്യക്ക് ധൈര്യമുണ്ടോ? അതാണ് ഇതിലെ വൈരുദ്ധ്യം. അതായത് ശരിക്കും ആ പറഞ്ഞ തെറ്റാണ്. കാരണം ഒരു വേള പീഡനം അനുഭവിച്ച ബംഗ്ലാദേശ് ജനതയെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു രാജ്യം നൽകാൻ സ്വന്തം സൈന്യത്തെ അയച്ച് പരിശീലിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ശ്രീലങ്കയിൽ ഇന്ത്യ ഇടപെടുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിൽ ഇന്ത്യ ഒരുപക്ഷെ ശ്രീലങ്കയേക്കാൾ ക്രൂഷ്യലാണ്. ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് ഫോറിൻ പോളിസിയിൽ ബംഗ്ലാദേശിനോളം ക്രൂഷ്യലായ രാജ്യം വേറെയില്ല. ബംഗ്ലാദേശിൽ സത്യത്തിൽ ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്, ഞാനിന്ന് അതിൻ്റെ മറുപടി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയലിന് കൂടെയാണ് ഞാൻ. അതായത് ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കാനാണ് ഇന്ത്യ ശ്രമിച്ചിരിക്കുന്നത്, പ്രത്യക്ഷമായോ പരോക്ഷമായോ. അതോടൊപ്പം തന്നെ ഇന്ത്യ BNPയുമായി ഒരു നല്ല ബന്ധം, അല്ലെങ്കിൽ BNPക്ക് നല്ല ബുദ്ധി ഉപദേശിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഇന്ത്യ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു റീജിയണൽ പവർ, ഒരു പ്രാദേശിക ശക്തി എന്ന് വാദം നമ്മൾ ഉയർത്തുമ്പോൾ ആ രീതിയിൽ ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങൾക്കും പ്രാദേശിക താല്പര്യം, ഈ സൗത്ത് ഏഷ്യൻ പ്രാദേശിക താല്പര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ഇന്ത്യ ബംഗ്ലാദേശിലൊരു ഇടപെടൽ നടത്തേണ്ടതായിരുന്നു. അത് ചുരുങ്ങിയ പക്ഷം അവരെ ഢാക്കയിൽ ചെന്ന് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ കൂട്ടിയിരുത്തി അവർക്ക് ക്ലാസ് എടുക്കണമെന്നോ അവരെ ഉപദേശിക്കണമോ എന്നോ അല്ല. പക്ഷേ ബംഗ്ലാദേശി ജനതയ്ക്ക് അനുകൂലമായ, അല്ലെങ്കിൽ അവർക്ക് യോജിച്ചത് ഇതാണ് എന്ന് ഒരു നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയേണ്ടതായിരുന്നു. അത് കാലങ്ങളായി ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ കണ്ടുവരുന്ന ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണങ്ങളിലൊന്നാണ് താങ്കൾ ഇവിടെ ഉദ്ധരിച്ച പ്രസ്താവന. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ PK നിയാസ്, ഇപ്പോൾ നവാസ് നിസാർ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലയളവ് എടുത്തു പരിശോധിച്ചാൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാം എന്നുള്ളതിന് ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അത് നമുക്കെല്ലാം അറിയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കാണ്. അപ്പോൾ നവാസ് നിസാർ സൂചിപ്പിച്ചതുപോലെ അവർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു വേണ്ടത്. തിരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ഈ സർക്കാരിനെ മറിച്ചിടാനുള്ള നല്ല അവസരമായിരുന്നില്ല ഈ തിരഞ്ഞെടുപ്പ്. പിന്നെ എന്തിനെ അവർ ഈ ബഹിഷ്കരണ മാർഗം സ്വീകരിച്ചു? തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ആ തെരഞ്ഞെടുപ്പിൽ ഭാഗഭാക്കായിക്കൊണ്ട് നിലവിലുള്ള വ്യവസ്ഥിതി അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനുള്ള അവസരം അവിടെ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായി സൈന്യത്തെ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു നിലപാട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കുന്നത് ഗുണകരമാവില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതാണ് വസ്തുത. മറ്റൊരു കാര്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് ഹസീന തന്റെ പാർട്ടി വൻ ഭൂരിപക്ഷം നേടി എന്ന് അവകാശപ്പെട്ടെങ്കിലും അവരുടെ തന്നെ നിയമമന്ത്രി മുഹമ്മദ് ഖമറുൽ ഇസ്ലാം അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷം സഹകരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തങ്ങൾ സന്നദ്ധമാണെന്ന് അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ വെറും 20% ജനാധിപത്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാൻ കഴിയില്ലെന്ന് അവാമി പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവരുടെ ഈ വൈകിയുള്ള ഏകം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ മാത്യു ജോസഫ്, ഈ അവസാന കാലത്ത് ഷെയ്ഖ് ഹസീന സർക്കാർ സ്വീകരിച്ച നടപടികൾ ലോക രാജ്യങ്ങൾ തന്നെ വളരെയധികം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നേതാവ് അബ്ദുൽ ഖാദർ മുല്ലയെ യുദ്ധക്കുറ്റ വിചാരണയുടെ ഭാഗമായി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതിൽ അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് വെറും 12 വയസ്സുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ പിന്നെ മൊഴി മാറ്റപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടായി. ഇത്തരത്തിൽ കൃത്യമായൊരു തെളിവോ വിചാരണയോ ഒന്നും നടക്കാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ തൂക്കിലേറ്റുന്ന ഒരു സംഭവം, ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം തടവിൽ വയ്ക്കുന്നു. കൃത്യമായി തിരഞ്ഞെടുപ്പ് സമയത്ത് അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കില്ല എന്ന ഒരു ഭരണാധികാരി തിരിച്ചറിഞ്ഞ് ഏകാധിപത്യ സ്വഭാവത്തിലൂടെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അതിനെ എതിർക്കുന്നു. പക്ഷേ അതിൽ നിന്ന്
ലോകരാജ്യങ്ങളുടെ ഭാഗത്തും കൃത്യമായ വീഴ്ചയിലെ വെറും വിമർശനങ്ങൾ മാത്രമല്ലാതെ UN അടക്കമുള്ള സംഘടനകൾ കൃത്യമായി ഇടപെട്ടോ ഈ ബംഗ്ലാദേശിലെ ഈ പ്രശ്നത്തിൽ? ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ദേശീയവാദ ശക്തികൾ പാകിസ്ഥാനുമായി വെസ്റ്റ് പാകിസ്ഥാനുമായി പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി കണക്ക് തീർക്കുന്ന സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായി അതിന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണത്. അല്ലാതെ അവസരവാദപരമായ ഒരു നയമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ, യുണൈറ്റഡ് പാകിസ്ഥാൻ, ഐക്യ പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന്റെ ഭാഗമായി കുറെ അതിക്രമങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൊതുവെ ഇന്ന് സൗത്ത് ഏഷ്യൻ ചരിത്രത്തിന്റെ, ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ അഭിപ്രായം അതിനെ കോടതി വിചാരണയുടെ സാങ്കേതികത്വം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയം ഇപ്പോൾ ധ്രുവീകൃതമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹസീനയ്ക്ക് സംഭവിക്കുന്ന പരിമിതി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുക്കാനും ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഒരു ജനാധിപത്യത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ഐക്യ പാകിസ്ഥാന് വേണ്ടി ഒരു നിലപാടെടുത്ത രാഷ്ട്രീയ കക്ഷിയെ ജനാധിപത്യപരമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവാമി ലീഗ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കുന്നത്. അവാമി ലീഗിലും ഇത്തരത്തിലുള്ള ഒരു ഫാസിസവൽക്കരണത്തിന്റെ സ്ട്രീക്ക് ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ മാത്രം അംഗീകൃത രാഷ്ട്രീയ കക്ഷിയാക്കുകയും ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നിരോധിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നുള്ളത്. ബംഗ്ലാബന്ധു ആയിരിക്കുമ്പോൾ തന്നെ, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്ത ആളാണ് എന്നുള്ളത് നാം മറന്നുകൂടാ. അതുകൊണ്ട് ഈ ഫാസിസവൽക്കരണത്തിന്റെ അംശം മതപുനരുദ്ധാനവാദ ശക്തി എന്നുള്ളതുപോലെ തന്നെ അവാമി ലീഗിലും ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുന്നതല്ല. അതാണ് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിലെ മുഖ്യ രാഷ്ട്രീയ പ്രശ്നം തന്നെ അതാണ്. അത് തിരിച്ചറിയുകയും അതിൽ വളരെ വിവേചനപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമീപ രാജ്യങ്ങൾ ചെയ്യേണ്ടത്. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നതിൽ സമീപ രാജ്യങ്ങൾ, വിശേഷിച്ച് ഇന്ത്യ, വളരെ വലിയ വീഴ്ച വരുത്തുന്നു. അത് ആ അത്തരത്തിലൊരു കാഴ്ചയല്ല ഇന്ത്യക്ക് പൊതുവെ ഉള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെള്ളയും കറുപ്പുമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ കാണുന്ന രീതിയാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണവും തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളുകളുടെ എണ്ണവുമല്ല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രക്രിയ ആകെ സാധൂകരണത്തിന്റെ ഒരു തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ലെജിറ്റിമേഷന്റെ ഒരു തലത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രക്രിയ തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ലോകരാഷ്ട്രങ്ങളും സമീപ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയും വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശ്രീ നവാസ് സാർ, ഒരു സമ്പന്ന രാജ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുന്നവരാണ് നമ്മുടെ വിദേശത്തുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. പക്ഷേ തീർത്തും ദരിദ്ര രാജ്യമായ ഒരു ബംഗ്ലാദേശിനോട് അത്തരത്തിലുള്ള ഒരു അവമതിപ്പും ലോകരാജ്യങ്ങൾക്കുണ്ടോ? അല്ല, അത് സ്വാഭാവികമല്ലേ. കാരണം ലോകരാജ്യങ്ങൾ എവിടെയെങ്കിലും ഓടിയെത്തണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം അവിടെ കാണണം. കാരണം അല്ലാതെ എവിടെയും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആരും എവിടെയും ഇതുവരെ ഓടിയെത്തിയിട്ടില്ല. അവിടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു രീതി രാജ്യാന്തര രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ അതിൽ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം അമേരിക്കക്ക് ഇതിപ്പം ബംഗ്ലാദേശ് ആവണ്ട, ഇത് വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ അമേരിക്ക എത്തുമായിരുന്നു. അത് പാവപ്പെട്ടവരാണെങ്കിൽ പോലും അമേരിക്ക അവിടെ എത്തുമായിരുന്നു. അതായത് സാമ്പത്തിക താല്പര്യം മാത്രമല്ല, ഈ നയതന്ത്ര രാഷ്ട്രീയ താല്പര്യമുള്ള, അതായത് തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ ഉള്ളിടത്തും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരവിടെ ഓടിയെത്തിക്കോളും. പക്ഷേ അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയോ അല്ലെങ്കിൽ അധാർമികതയോ ഒന്നും ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇരട്ടത്താപ്പോ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. ബംഗ്ലാദേശ് ലോകത്ത് ആർക്കും വേണ്ടാത്ത ഒരു രാജ്യമായി മുമ്പേ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കൊഴിച്ച് ലോകത്ത് ഏറ്റവും വലിയ ചേരികളിലൊന്നായി ബംഗ്ലാദേശിനെ കാണുന്നവരുണ്ട്. മാത്രമല്ല, ലോകത്ത് പ്രധാനപ്പെട്ട ഒരു രാജ്യമായി മാറാൻ ബംഗ്ലാദേശ് ശ്രമിച്ചിട്ടുമില്ല. അതായത് ഒന്നുകിൽ ഒരു രാജ്യാന്തര രാഷ്ട്രീയത്തിലെ സിദ്ധാന്തങ്ങൾ പ്രകാരം ഒന്നുകിൽ ഒരു രാജ്യം സ്വയമേവ ശക്തിയാവണം, അല്ലെങ്കിൽ ആ ശക്തിയുടെ പങ്കാളിയാവണം, അല്ലെങ്കിൽ ആ ശക്തിയുടെ പിൻഗാമി, അല്ലെങ്കിൽ ആ ശക്തിയുടെ വൈതാളികനാവണം. ഇതൊന്നും ബംഗ്ലാദേശ് ആരുടെയും ഒന്നും ആകാൻ ശ്രമിച്ചിട്ടില്ല. രാജ്യങ്ങളുടെ സമൂഹത്തിൽ, കമ്മിറ്റി ഓഫ് നേഷൻസ്, അതിൽ ബംഗ്ലാദേശിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നേടാൻ അവർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അന്തർദേശീയ പ്രാധാന്യം, സൗത്ത് ഏഷ്യൻ പ്രാദേശിക പ്രാധാന്യത്തിനപ്പുറം ഒരു അന്തർദേശീയ പ്രാധാന്യം ബംഗ്ലാദേശ് അട്രാക്റ്റ് ചെയ്യാത്തത്, ആകർഷിക്കാത്തതും അതുകൊണ്ടാണ്. അത് ബംഗ്ലാദേശിൻ്റെ ഫോറിൻ പോളിസിയുടെയും
ഡിപ്ലോമസിയുടെയും ഒരു പരാജയമാണ്. അത് സത്യത്തിൽ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ളത് അത് ബംഗ്ലാദേശിൻ്റെ സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ പരാജയമാണ്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ നവാസ് നിസാർ, മാത്യു ജോസഫ്, പി കെ നിയാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.